പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്നു. വിശേഷാൽ ഈ സമയം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഒരു വാക്ക്, ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം ഞങ്ങൾക്കായി വലിയവ ചെയ്യും. ഇന്ന് രാത്രി ഈ സമയം ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന നല്ല വചനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി സ്തോത്രം. ഇതിനകത്ത് നിന്ന് കർത്താവ് പൊരുളുകളെ അങ്ങ് തിരിച്ചു തരണം. നിൻ്റെ ജനത്തിന് വേണ്ടതിനെ കർത്താവ് നൽകണം. യേശുവിൻ നാമത്തിലടിയൻ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കൂടുതൽ മുഖവുരകൾ പറയുന്നില്ല. അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് എഫേസ്യ ലേഖനം. അധികം മുഖവുരകളില്ലാതെ, ദീർഘമായ വിശദീകരണങ്ങളില്ലാതെ വചനത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആകയാൽ പ്രിയമക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പി. എന്താണ് പൗലോസ് ഈ വാക്കുകളിലൂടെ ഉദ്ദേശിക്കുന്നത്? ആകയാൽ പ്രിയമക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പി. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് പറയുന്നൊരു കാര്യമാണ്, കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ ദാസനെ അനുഗ്രഹിക്കണം, അങ്ങയുടെ ദാസനെ അനുഗ്രഹിക്കണം. പക്ഷേ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ ദാസനല്ല, നിങ്ങൾ പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയാകുന്നു. സോ നിങ്ങളുടെ മേൽ ദൈവിക അവകാശങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ യു ഹാവ് ദ അതോറിറ്റി. നിങ്ങളുടെ അകത്ത് പുത്രൻ എന്ന അതോറിറ്റി ഉണ്ട്. യു ഹാവ് ദ സൺഷിപ്പ് ഓഫ് ഗോഡ്. നിങ്ങളെപ്പോഴും ബിലോ ഗോഡ് എന്നൊരു ചിന്തയാണ്, അല്ലെങ്കിൽ ബിലോ ഡെവിൾ എന്നൊരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. പിശാചിന് കീഴെ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ വളരെ വ്യക്തമായി ഞാൻ പറയുകയാണ്, യു ആർ ഇൻ ദ പൊസിഷൻ ഓഫ് ദ ഗാഡ്. നിങ്ങൾ ദൈവീക പൊസിഷനിലാണ് നിൽക്കുന്നത്. എന്താണ് ആ പൊസിഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. ദ പൊസിഷൻ ഓഫ് ദ ഗാഡ്. പ്രിയമക്കൾ എന്നതുപോലെ നമുക്കറിയാം, ഒരു വീട്ടിൽ അപ്പന് 2 മക്കളുണ്ട്. ഇവർ 2 പേരും അപ്പന് പ്രിയ മക്കളാണ്. മക്കൾ എന്ത് ചെയ്യുന്നറിയോ? അപ്പനെ അനുകരിക്കാൻ തുടങ്ങും. വേറൊന്നുമല്ല, അപ്പനെ അനുകരിക്കുന്നതിൽ അവർ ഒരു വലിയ ആനന്ദം കണ്ടെത്തുന്നത് കൊണ്ടല്ല അവർ അപ്പനെ അനുകരിക്കുന്നത്. വലുതാകും തോറും അവർക്ക് കാര്യം പിടികിട്ടും. അപ്പൻ്റെ ബലം എന്താണെന്ന് അവരുടെ പക്വത എത്തും തോറും അവർക്ക് പിടികിട്ടും. പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളുടെ പ്രത്യേകത, അവർക്ക് അവരുടെ അപ്പനെ നന്നായി അറിയാം. ഇന്ന് രാത്രികാലം, ഇല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ നോക്കി, ഈ ദൂത് ഞാൻ ശക്തമായി വിളിച്ചു പറയുകയാണ്. 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, നിങ്ങളുടെ സ്വർഗീയ അപ്പൻ ആരാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കകത്തുണ്ടാകുക. 2, പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിക്കുക. കമോൺ, ദൈവത്തെ അനുകരിക്കുക. എങ്ങനെ ദൈവത്തെ അനുകരിക്കുക എന്ന് പൗലോസ് പറയുന്നു. വളരെ ലളിതമാണ്. സ്തോത്രം. ക്രിസ്തു എന്ത് കാണിച്ചു തന്നോ അത് നിങ്ങൾ കാണിക്കുക. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയട്ടെ, സഹോദരനെ സ്നേഹിക്കാൻ നിങ്ങളുടെ മനുഷ്യ മനസ്സ് വിസമ്മതിക്കുന്നുവെങ്കിലും ആത്മമനസ്സിൽ അവനെ സ്നേഹിക്കുക. അവനോട് കളങ്കം വെച്ചു പുലർത്താതിരിക്കുക. ക്രിസ്തുവിനെ അവിടെ അനുകരിക്കുക. ആത്മീക പാതകളിൽ ഒഴിവുകഴിവുകൾ പറയാതെ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുക. ആത്മീകത്തിൽ ഒഴിവുകഴിവുകളില്ല. ആത്മീകത്തിൽ നിയോഗത്തോടെയുള്ള പ്രാർത്ഥനകളേ ഉള്ളൂ. അതിനായി വേർതിരിക്കപ്പെടുക. ഇങ്ങനെയെല്ലാം ക്രിസ്തുവിനെ കുഞ്ഞു കുഞ്ഞു മേഖലകളിൽ നിങ്ങൾ അനുകരിക്കുമ്പോൾ ഇഫ് യു ഫോളോ ഗോഡ്, ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് therefore followers of God എന്നാണ്. ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ പിൻഗാമികൾ, അനുഗമിക്കുന്നവർ. സ്തോത്രം. ക്രിസ്തു എന്ന വ്യക്തിയെ അനുഗമിക്കുക, പിൻചെല്ലുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. സ്തോത്രം. ദൈവത്തെ അനുകരിക്കുന്ന ഒരു തലമുറ. സ്തോത്രം. ഇന്ന് പലരും പലതിൻ്റെയും പുറകെ അനുകരിക്കുകയാണ്. പലതിനെയും അനുകരിക്കുക. വ്യക്തികളെ അനുകരിക്കുന്നു, വ്യക്തികളുടെ ശീലങ്ങൾ അനുകരിക്കുന്നു, സ്വഭാവം അനുകരിക്കുന്നു. പക്ഷേ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആത്മമണ്ഡലത്തിൽ, ഭൗതിക മണ്ഡലത്തിലും ക്രിസ്തുവിനെ ഐഡലാക്കുക.
ആമേൻ. ക്രിസ്തുവിനെ നിന്റെ ഐക്കണാക്കുക. വേറൊരു ഐക്കണും വേണ്ട, വേറൊരു അടയാളവും നിനക്ക് വേണ്ട, വേറൊരു റോൾ മോഡൽ നിനക്ക് വേണ്ട. ലെറ്റ് ക്രൈസ്റ്റ് be make Christ as your icon in the Christ. ഈ തലമുറയിലെ പലർക്കും പറ്റുന്ന പ്രശ്നമാണ് പ്രിയമക്കളാണെന്നുള്ള ചിന്താഗതി ഇല്ലാത്തത്. പ്രിയമക്കളുടെ പ്രത്യേകത, അപ്പന്റെ അവകാശം എടുക്കാൻ അവരാരോടും, അപ്പനോട് പോലും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. അവർക്കതിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടാകും. ഇന്ന് ഞാൻ ആത്മാവിൽ പറയുകയാണ്, രോഗങ്ങളിൽ, ദുഃഖങ്ങളിൽ, പ്രയാസങ്ങളിൽ നിങ്ങൾ വലയുന്നവരാണോ? ഞാൻ പറയുന്നു, നിങ്ങൾ ആമേൻ ഔദാര്യത്തിന് സൗഖ്യം ഔദാര്യമായി ഇരക്കുന്നവരല്ല, സൗഖ്യത്തെ എടുക്കുന്നവർ. കമാ, നിങ്ങൾ സൗഖ്യത്തെ എടുക്കുന്നവരാണ്. സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ടുന്നവരാണോ? നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾ ആ സാമ്പത്തിക നന്മ ഇരക്കുന്നവരല്ല, സാമ്പത്തിക നന്മയെ അവകാശമായി പിടിക്കുന്നവരാണ്. കമാ, ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ഞാൻ ഈ ദൂത് ഈ നിമിഷം നിങ്ങളോട് കൈമാറട്ടെ. എൻ്റെ പ്രിയരെ, എൻ്റെ ദൈവമക്കളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ പ്രാണനും ജീവനുമായവരെ, നിങ്ങൾ നോക്കി ഞാൻ ആത്മാവിൽ പറയട്ടെ. ഹല്ലേലൂയ. എൻ്റെ രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവുമായവരെ, നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങൾ പ്രിയമക്കളാണ്. സ്തോത്രം. നിങ്ങൾ ഒഴിവുകഴിവുകൾ പറയേണ്ടവരല്ല. നിങ്ങൾ സ്തോത്രം ഹല്ലേലൂയ പലയിടങ്ങളിലും തകർന്നു പോകേണ്ടവരല്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വെറുക്കേണ്ടവരല്ല. നിങ്ങൾ പ്രിയമക്കളാണ്. നിങ്ങൾ അപ്പനെ അനുകരിക്കേണ്ടവരാണ്. അപ്പനെ പോലെ ആകേണ്ടവരാണ്. സ്തോത്രം. ഏതൊരു ആൺകുട്ടിയോട് ചോദിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, എൻ്റെ അപ്പനെ പോലെ ആകുക. പക്ഷെ വളരെ വ്യക്തമായി ഞാൻ പറയുകയാണ്, ഇന്ന് അതേ തിയറി, അതേ സിസ്റ്റം ഈ ക്രിസ്ത്യൻ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. നിന്റെ അപ്പനെ പോലെ, നിന്റെ സ്വർഗീയ അപ്പനെ പോലെ, ഒന്നിനും മുട്ടില്ലാതെ നിന്നെ നടത്തുന്ന നിന്റെ അപ്പനെ പോലെ നീ ഒന്നാകാൻ ശ്രമിക്കുക. സ്തോത്രം. ക്രിസ്തു എന്ന പാറയെ പോലെയാകുക. എന്നിട്ട് പത്രോസ് എന്ന് പറഞ്ഞ, പത്രോസേ നീ പാറക്കഷ്ണമാണ്, നീ പെട്രോസ് ആകുന്നു, നീ പാറക്കഷ്ണമാണ്. ഈ പാറമേൽ എൻ്റെ സഭയെ ഞാൻ പണിയും. പാറക്കഷ്ണത്തിന്മേലല്ല, പാറമേൽ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പാറ കഷ്ണമേ, നീ പാറയെ നോക്കണം. നീ ഒരു നാൾ പാറയാകും. അന്ന് നിന്റെ മേൽ ദൈവം ഒരു ആലയം പണിയും. ആ ആലയത്തെ ഇടിക്കാൻ ഒരു മനുഷ്യനും പറ്റത്തില്ല, ഒരു ദുരാത്മ മേഖലയ്ക്കും പറ്റത്തില്ല, ഒരു പാതാള ഗോപുരങ്ങൾക്കും പറ്റത്തില്ല. ഇന്ന് ഞാൻ ആത്മാവിൽ പറയുകയാണ്, സ്വസ്ഥതയാണോ നിങ്ങളുടെ വിഷയം? സാമ്പത്തിക പ്രതിസന്ധിയാണോ നിങ്ങളുടെ വിഷയം? നിങ്ങൾ പ്രിയമക്കളാണ്. രോഗപ്രയാസങ്ങളാണോ നിങ്ങളുടെ വിഷയം? വിദ്യാഭ്യാസമാണോ നിങ്ങളുടെ വിഷയം? ഇന്ന് രാത്രി ദൈവാത്മാവനോട് പറയുകയാണ്, ഇന്ന് ഈ സമയം ദൈവാത്മാവനോട് പറയുകയാണ്, അതേ പ്രിയരെ, ദൈവം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പ്രിയമക്കളത്രേ. പ്രിയമക്കളുടെ പ്രത്യേകത, നിങ്ങൾ അവകാശികളാണ്. നിങ്ങൾ ആരോടും തലകുനിക്കേണ്ട കാര്യമില്ല. ഒരു വ്യക്തിക്ക് മുമ്പിലും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ കാര്യം, നിങ്ങൾ പ്രിയമക്കളാണ്. പ്രിയമക്കളെന്നാൽ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള മക്കൾ, ദൈവത്തിന് ഏറ്റവും വാത്സല്യമുള്ള മക്കൾ, അപ്പൻ്റെ മാററിയുന്ന മക്കൾ, അപ്പൻ്റെ ചൂടറിയുന്ന മക്കൾ, അപ്പൻ്റെ ചലനമറിയുന്ന മക്കൾ. ഇന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ, അങ്ങനൊരു ജനറേഷൻ എഴുന്നേൽക്കട്ടെ. അപ്പൻ എന്ത് പറയുന്നു, അപ്പന് തെളിഞ്ഞ ചില മക്കളുണ്ടാകട്ടെ. അപ്പന് ബോധിച്ച ചില തലമുറ എഴുന്നേറ്റ് വരട്ടെ. സ്വർഗീയ അപ്പന് ചേർത്ത് പിടിക്കാൻ പറ്റിയൊരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. പാപത്തിൻ്റെയും പൈശാചിക വെറിക്കൂത്തിൻ്റെയും ഭാരവാഹികളാകാതെ ആത്മമണ്ഡലത്തിൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന, ക്രിസ്തുവിൽ പ്രിയമക്കളായിരിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. ആ തലമുറയിൽ ഞാനും കാണുമെന്ന് വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ. അതെ, ഇന്നു മുതൽ നിങ്ങളുടെ പ്രതിസന്ധികൾ അവസാനിക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ പ്രതികൂലങ്ങൾ അവസാനിക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥകൾ, ബുദ്ധിമുട്ടിൻ്റെ ഏരിയകൾ ഇന്ന് രാത്രി കർത്താവ് മാറ്റുകയാണ്. യു ആർ ബീങ് ക്യാച്ച് ബൈ ദ ഹെവൻ. നിങ്ങൾ സ്വർഗത്താൽ പിടിക്കപ്പെടുകയാണ്. നിങ്ങൾ സ്വർഗത്താൽ പിടിക്കപ്പെടുകയാണ്. ഇന്ന് രാത്രി ഈ ദൂതിന് സ്തോത്രം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പ്രിയമക്കളെന്ന ഉറച്ച ബോധ്യം ഞങ്ങളിലുണ്ട്. ഞങ്ങളതിൽ വിശ്വസിക്കുന്നു.
കർത്താവ് ഞങ്ങളതിനെ തുറന്നതിനായി സ്തോത്രം. വലിയ മഹത്വത്തെ കർത്താവ് ഞങ്ങളുടെ നടുവിൽ തുറക്കുന്നതിനായി സ്തോത്രം. വീണ്ടും ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. വലിയ വലിയ അവസരങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. ക്രിസ്തുവിനെ അനുകരിക്കാൻ, ക്രിസ്തുവിനെ പോലെയാകാൻ, ക്രിസ്തുവിനെ പോലെ മുൻപോട്ട് ചലിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ടെ. ഇനിയും വലിയ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കൂടിക്കാണും വരെയും കർത്താവ് നിങ്ങളെ ചിറകടിയിൽ മറയ്ക്കട്ടെ. നാളെ ഇതേ സമയം ഇതേ നേരത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.